ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ച് ന്യൂസ് പേപ്പർ അനാലിസിസ് ആയിട്ട് ഐ ആം ബാക്ക് ബിക്കോസ് ഓഫ് എൻ്റെ അടുത്ത കുറേ സ്റ്റുഡൻസിന് എൻ്റെ അടുത്ത് എപ്പോഴും പറയും ന്യൂസ് അനാലിസിസ് ഇടാൻ പറയും. പക്ഷെ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ, ഓഫൻ എനിക്ക് എന്നെ വായിക്കാൻ സമയം കിട്ടാറില്ല. ഞാൻ എപ്പോഴെങ്കിലും അങ്ങ് വായിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. എനിവേയ്സ് 45 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ച് തീർക്കണം. നിങ്ങളൊരു വെറ്ററൻ ആസ്പിരൻ്റ് ആണെങ്കിൽ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 hour 1.5 hour ഒക്കെ എടുക്കും. അതിൽ കൂടുതലും നിങ്ങൾ ന്യൂസ് പേപ്പർ സ്പെൻഡ് ചെയ്യരുത്. ബിക്കോസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഇതിന് ക്വസ്റ്റ്യൻസ് വരത്തില്ല. നമ്മൾ സ്റ്റാറ്റിക് പാർട്ട്, നമ്മുടെ ഫൗണ്ടേഷൻ പാർട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് പഠിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. കാരണം UPSC പ്രിലിംസ് എന്ന് പറഞ്ഞാൽ 2019 പറയുന്നത് 2020 നടന്ന പരീക്ഷയിൽ നമ്മൾ കണ്ടതാണ് കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ അറിഞ്ഞതാണ് നമ്മുടെ 3 കോൺട്രവേഴ്ഷ്യലായ ഫോം ലോസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സുപ്രീം കോർട്ട് ഇടപെട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒരു എക്സ്പേർട്ട് പാനലിനെയും വെച്ചിരിക്കുകയാണ്. പക്ഷേ കർഷകർ പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്സ്പേർട്ട് പാനലിൽ അവർക്ക് വിശ്വാസമില്ല. കാരണം ഗവൺമെൻറ് കേസ് നടക്കുന്ന സമയത്ത് പോലും ഇവരുടെ ഒരു കാര്യങ്ങളും കേൾക്കാനോ അല്ലെങ്കിൽ അത് ഡിസൈഡ് ചെയ്യാനോ തീരുമാനിക്കാനോ ഒന്നിനും ഇവർ കൂടെ നിന്നിട്ടില്ല. ഈ മുന്നേ തന്നെ ഇത് ബില്ല് ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഫാമേഴ്സുമായിട്ടൊരു ഡിസ്കഷനോ മീറ്റിങ്ങോ ഒന്നും വെച്ചിട്ടില്ല എന്നാണ് ഫാമേഴ്സ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറയുന്നത് വെച്ചാൽ ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആണ് ആൻഡ് വിക്ടറി ഫോർ ഫെയർ പ്ലേ. അതായത് അവരുടെ ഓർഡർ അവർ പറഞ്ഞത് ഇറ്റ്സ് എക്സ്ട്രാ ഓർഡിനറി ആൻഡ് വിക്ടറി ഫോർ ഫെയർ പ്ലേ എന്നാണ് നമ്മുടെ സുപ്രീം കോടതി അവരുടെ ആ ഒരു ആക്ഷൻ അവർ പറഞ്ഞത്. ആൻഡ് ഓൾസോ ദ കോർട്ട് ഫെയിംഡ് എ 4-member committee for experts to listen to the grievances of farmers of the laws and views of government and make recommendation. അപ്പോൾ ഒരു 4-member committee വെച്ചിട്ടുണ്ട്. അപ്പോൾ 3-judge ബെഞ്ച് ലെഫ്റ്റ് ബൈ ശരത് എ ബോബ്ഡെ ആണ്, ചീഫ് ജസ്റ്റിസിൻ്റെ ആയ ശരത് എ ബോബ്ഡെ ആണ് നമ്മുടെ ഇത് ചെയ്തത്. അപ്പോൾ കാരണം ഒരു കോൺജീനിയൽ അപ്രോച്ച് അറ്റ്മോസ്ഫിയർ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഒരു അതായത് ഫാമേഴ്സിൻ്റെ ബില്ലാണെങ്കിൽ ഫാമേഴ്സിനോട് ചോദിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന രീതിയിലുള്ള ബില്ലാണ് വേണ്ടത്. അല്ലാതെ ആർക്കെങ്കിലും തോന്നിയ പോലെ ചെയ്യുന്നവരാണെങ്കിൽ ഇറ്റ് വിൽ ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് ഫാമേഴ്സ്, റൈറ്റ്? അപ്പോൾ അതാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പോൾ കോർട്ട് പിന്നെ പറഞ്ഞു ഒരുപാട് സീനിയർ സിറ്റിസൺസ് ഉണ്ട്, വിമൻ ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്. ഈവൻ ഇൻ ദിസ് കോൾഡ് അറിയാം ജനുവരി ഡിസംബർ ടൈം എന്ന് പറയുന്നത് വൺ ഓഫ് ദി വേഴ്സ്റ്റ് കണ്ടീഷനാണ്. ഡൽഹിയിലൊക്കെ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ വരുന്ന സമയമാണ്. പ്ലസ് കൊറോണ വൈറസ് COVID-19 ഉണ്ട്. എന്നിട്ട് പോലും ഇത്ര ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ഇൻസൈഡ് ദ ലോ വിച്ച് മേക്സ് എവറിത്തിങ് ഫിയർ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ ഒരു ഫിയറും എല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഒരു സംഭവം കൊടുത്തേക്കുന്നത്. ഫാം ലീഡേഴ്സ് റിജക്ട് SC പാനൽസ് ആസ് എ ഗവൺമെൻറ് പ്ലോയ്. അതായത് പ്ലോയ് എന്ന് പറയുന്നത് പ്ലോട്ടാണെന്ന് പറയുന്നത്. അതായത് സുപ്രീം കോടതി നമ്മുടെ ഇപ്പോൾ മേജർ ഡിസിഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു ചായ്വ് കാണുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചായ്വ് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. കാരണം CGIനെ നിയമിക്കുന്നതിനെ ബേസ് ചെയ്ത് തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ സുപ്രീം കോടതിൻ്റെ ഈ ഒരു ഒരു പാനൽ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ എതിർക്കുന്നു, നമ്മളതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് ഫാം ലീഡേഴ്സൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഓവറായിട്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ആ 3 ഫാം ബിൽസ് പേര് അറിഞ്ഞിരിക്കണം. എന്തിനാണ് ആ 3 ഫാം ബില്ല്, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എങ്കിലും അറിഞ്ഞിരിക്കണം. കൂടുതൽ ഇൻ ഡെപ്തിൽ പോയില്ലെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതായത് ഒബ്ജക്റ്റീവ്സ്. സോ നോ ഓപ്ഷൻ ടു സെലക്ട് ബിറ്റ്വീൻ 2 വാക്സിൻസ് ഹെൽത്ത് സെക്രട്ടറി. അപ്പോൾ 2 വാക്സിനുള്ളത്, ഒന്ന് കോവിഷീൽഡും ഒന്ന് കോവാക്സിനും. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കണമെന്ന് ഹെൽത്ത് സെക്രട്ടറിക്ക്, അതായത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ജനുവരി 16 റോൾ ഔട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 4 മേജർ ഡിപ്പോസിലാണ് ആദ്യം എത്തുന്നത്. ഓക്കെ, ആൻഡ് 110 lakh കോവിഷീൽഡ് ഡോസസ് ആണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ വാക്സിനും ആ വാക്സിൻ ഉണ്ടാക്കിയ സ്ഥലമാണ്. അപ്പം കോവിഷീൽഡ് എന്ന് പറയുന്നത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, പൂനെയിലുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും കോവാക്സിൻ എന്ന് പറയുന്നത് ഭാരത് ബയോടെക്കുമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം, മാറിപ്പോകരുത്. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 54,72,000 ഡോസസ് ഓഫ് വാക്സിനാണ് വന്നിരിക്കുന്നത്. 100% ഡോസസ് ടു ബി റിസീവ്ഡ് ബൈ 14 ജാനുവരി. എല്ലാ സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും 14 ജാനുവരി ഇതിൻ്റെ ഡോസേജ് ഫുൾ കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ഓവർസൈറ്റ് ഇവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഇത് പോകുന്നുണ്ടോ ഇതെല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, സോ മലേഷ്യ ഡിക്ലെയർസ് സ്റ്റേറ്റ് എമർജൻസി. മലേഷ്യയുടെ കിങ് നാഷണൽ വൈഡ് ആയിട്ടൊരു എമർജൻസി കൊറോണ വൈറസിന് സർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റേറ്റ് എമർജൻസി മലേഷ്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് വാക്സിൻ പ്ലാൻ ടേക്സ് വിങ്. ഓക്കെ, അപ്പം നമ്മുടെ വാക്സിൻ വരുന്ന സംഭവമാണ്. സ്പൈസ് ജെറ്റും ഗോ എയറുമാണ് കൊണ്ടുവരുന്നത്. Delhi government charges 1,000 vaccination sites
DMs asked to submit list by Saturday. Inoculation drive started. 89 hospitals. Delhi is specific. No difference in okay. A boy preparing a meji, a structure made of straw and dried leaves ahead of Magh Bihu harvesting festival of Assam. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൾച്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വരുന്നത് പറയാൻ പറ്റില്ല. സോ ഓരോ അരിമണി അരിച്ച് പറക്കുന്ന പോലെ നമ്മൾ ഓരോ പിക്ചറിൻ്റെ അടിയിലുള്ള സംഭവം നോക്കണം. ആ പിക്ചേഴ്സിൽ തന്നെ ഒരുപാട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെയൊക്കെ പിക്ചേഴ്സ് വരാറുണ്ട് ഹിന്ദുവിൽ. സോ യു ഹാവ് ടു ലുക്ക് ദാറ്റ് ഓൾസോ. സോ മേജി എന്ന് പറയുന്നത് എന്താണ് മാഘ് ബിഹുവിന് മുന്നേ ഉണ്ടാക്കുന്നൊരു സ്ട്രക്ചർ ഓഫ് സ്ട്രോ ആൻഡ് ഡ്രൈഡ് ലീവ്സ് ആണ്. ഒരു കുട്ടി ഉണ്ടാക്കുന്നതാണ്. ആസാമിലാണ് മാഘ് ബിഹു. ഓക്കെ, അടുത്തത് CGI against resuming physical hearing. SC did not want to be cause of fatalities due to COVID-19. Okay, theatres ഒക്കെ തുറക്കാം, പക്ഷേ സുപ്രീം കോടതി ഫിസിക്കൽ ഹിയറിങ്ങിന് വേണ്ടി തുറക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദി ഐറണി അല്ലേ, ദ ബിഗ്ഗസ്റ്റ് ഐറണി. എനിവേ, സോ നമ്മുടെ സുപ്രീം കോടതിക്ക് COVID-19 പേടിയാണ്. സോ അതുകൊണ്ട് ഫിസിക്കൽ ഹിയറിങ്ങിന് ഇപ്പോഴും പോകാൻ പറ്റില്ലെന്നാണ് CGI പറയുന്നത്. വേറെ നിങ്ങൾ നോക്കണ്ട. വിൻ്റർ ചിൽ മേക്സ് കം ബാക്ക് ഇൻ സിറ്റി. സോ നമ്മുടെ ഡൽഹിയുടെ കാര്യമാണ്, ഡൽഹി പത്രമാണ്. സോ അതുകൊണ്ടാണ് ഡൽഹിയുടെ കാര്യങ്ങൾ കൂടുതൽ വരുന്നത്. സോ വിൻ്റർ ചിൽ വരുന്നതാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ വിൻ്റർ ചിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. കോൾഡ് വേവ്, അതുപോലെ ഇതിൻ്റെ എന്തുകൊണ്ട് ഡൽഹിയിൽ എപ്പോഴും ഈ ഒരു സംഭവം വരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം. So IMD forecast said due to prevalence of dry north or northwesterly winds, the minimum temperature is very likely to below normal over most parts of northwest India during the next 4 to 5 days, which are very likely to cause cold air, severe cold condition. അപ്പോൾ ഇത്രയും കോൾഡ് കണ്ടീഷനിലാണ് നമ്മുടെ കർഷകർ അവിടെ പോയി ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു റെസ്പെക്ട് ദം. എനിവേ, ഇനി അടുത്ത് വരുന്ന 2 പേജ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും വരുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഡൽഹി. ഇത് നോക്കിക്കോളൂ. ഡോവൽ സ്പേഴ്സ് യു ടു ടേക്ക് നാഷണൽ ബിൽഡിംഗ് പാത്ത്. അപ്പോൾ JNUയുടെ ഒരു ലെക്ചർ എടുത്തപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമാണ്. സോ യു ഹാവ് ടു മേക്ക് ലൈക്ക് നമ്മുടെ യൂത്ത് കുറേ കൂടി എനർജി ആയിട്ട് വരണം. ബിക്കോസ് ഒരു പാട്രിയോട്ടിസം ഒക്കെ വേണം, ഒരു കളക്റ്റീവ് എനർജി വേണം നാഷണൽ ബിൽഡിങ്ങിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ട്രാൻസ്ഫോം ആവും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. സോ നമ്മുടെ നമുക്കറിയാമല്ലോ, January 12 എന്ന് പറയുന്നത് യൂത്ത് ഡേ ആണ്, ഇന്ത്യൻ യൂത്ത് ഡേ ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതുകൊണ്ടാണ് അതിനെ ബേസ് ചെയ്ത് യൂത്തിൻ്റെ കാര്യം പറ്റി ചെയ്യുന്നതിൽ പുള്ളി പറഞ്ഞത്. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. വാക്സിൻ അറൈവ്സ് അറ്റ് ഡൽഹി. എല്ലായിടത്തും വാക്സിൻ എത്തിയിട്ടുണ്ട്. കേജ്രിവാൾ ഹാസ് ഗോൺ ബാക്ക് ഓൺ ഫ്രീ വാക്സിനേഷൻ പ്രോമിസ്. അനിമൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് സീക്സ് ബാൻ ഓൺ ബേർഡ് സ്ലോട്ടർ അറ്റ് ഗാസിപൂർ പോൾട്രി മാർക്കറ്റ്. സോ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിയിക്കണം. കാരണം കഴിഞ്ഞൊരു ദിവസവും ഇതേപോലെ സുപ്രീം കോടതിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അനിമൽ റൈറ്റ്സ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുള്ള ആർട്ടിക്കിൾസ് അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ അനിമൽ റൈറ്റ്സ് ആക്ട്സ് ഉണ്ട്, അതും അറിഞ്ഞിരിക്കാം. സോ ഒരു ബേർഡ് സ്ലോട്ടർ നിർത്താൻ വേണ്ടി ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നത്. സോ എനിവേസ്, ഗാസിപൂർ പോൾട്രി മാർക്കറ്റിലെ ബേർഡ് സ്ലോട്ടർ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റ് കൊടുക്കുന്നത് ഗൗരി മൗലേക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പേരൊന്നും വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞുള്ളേ ഉള്ളൂ. അപ്പോൾ പില്ലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്, അറിയാമല്ലോ, പില്ല്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത്, റിമൂവ് ഓൾ ഹാങ്ങിങ് വയേഴ്സ് ഫ്രം ചാന്ദ്നി ചൗക്ക്. DD approves change of land use in areas. Congress leader alleges repeal farm laws is Congress JP Rocks. Okay, ഇതൊന്നും വേണ്ട. NCP laws SC strays ഒന്നും വേണ്ട. ഡ്രഗ് കേസ് മുംബൈ മുച്ചർ പാനാഷ് വിൽ ഇൻഷുർ ഇൻഷുറൻസ്. ഇത് വേണ്ട. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളോട് വായിച്ചു തരാണ് കേട്ടോ. ഓക്കെ, imposing a compromise. Court should stay within the domain of while ruling on laws. So Supreme കോടതിയുടെ interim order ആണ് നമുക്കറിയാം. Ongoing conversation between the largest section of farmers and center of the new farm laws may be motivated by a laudable intention to break the deadlock in negotiations. അപ്പോൾ നമ്മുടെ നെഗോഷിയേഷൻസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നൊരു, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കൺസീലിയേറ്റർ ആയിട്ടാണ് സുപ്രീം കോടതി ആക്ട് ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ശരിക്കുള്ള അധികാരപരിധി സുപ്രീം കോടതി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കൺസീലിയേറ്ററിൻ്റെ ഒരു ഇതാണ് സുപ്രീം കോടതി വന്നിരിക്കുന്നത്. കൺസീലിയേറ്റർ എന്ന് പറയുമ്പോൾ ഒരു നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടുക്കൊരാൾ എന്നിട്ട് അപ്പുറത്ത് രണ്ടുപേരും തമ്മിൽ യോജിപ്പിക്കാൻ ശ്രമിക്കില്ല. അത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. സുപ്രീം കോടതിയുടെ രീതിയിൽ സുപ്രീം കോടതി അതിൻ്റെ പവർ യൂസ് ചെയ്തിട്ടില്ല. One portion of the order stays the 3 laws. Okay, ഒരു പോർഷൻ എന്ത് ചെയ്യാണ്, 3 laws സ്റ്റേ ചെയ്യുകയാണ്. ടു സീക്സ് ടു മെയിൻറ്റെയിൻ ദ മിനിമം സപ്പോർട്ട് പ്രൈസസ് ബിഫോർ. കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് എങ്ങനെയാണെന്നോ മുന്നേ അത് തന്നെ തിരിച്ച് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രിവെൻറ്റ് പോസിബിൾ ഡിസ്പൊസിഷൻ ഓഫ് ഫാമേഴ്സ് ഓഫ് ദർ ലാൻഡ് അണ്ടർ ദ ന്യൂ ലോ. അപ്പോൾ അതായത് ഈ ലോ പ്രകാരം ഒരുപാട് പേർക്ക് അവരുടെ ഫാം ലാൻഡ്സ് നഷ്ടപ്പെടുമായിരുന്നു. അത് ഡിസ്പൊസിഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ദ സ്റ്റേറ്റഡ് റീസൺ ദാറ്റ് ദ സ്റ്റേ വുഡ് അസ്വേജ് ദ ഹേർട്ട് ദ ഫീലിംഗ്സ് ഓഫ് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു നെഗോഷിയേഷനിലേക്ക് പോവാണ്. ഹൗവർ ഇറ്റ് ഈസ് സംവാട്ട് disconcerting that the stay of legislation is effected slowly as an instrument to facilitate the court's arrangement rather than on the basis of any identified legal or constitutional infirmities in the law. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ
കോർട്ടിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അല്ലാതെ ഇതിലൊരു ലീഗാലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഉണ്ടോ എന്നൊന്നും സുപ്രീം കോടതി ചെക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയാണ് സുപ്രീം കോടതി പരാജയപ്പെടുന്നത്. ആൻഡ് ദി ഓർഡർ ഫോമിംഗ് ദി 4-member കമ്മിറ്റി മേ ഇൻഡീഡ് ഹെൽപ്പ് റിലീവ് ദ കറന്റ് ടെൻഷൻസ് ആൻഡ് അലേ ദ ഗവൺമെൻറ് ഫിയേഴ്സ് ദാറ്റ് ദ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ മേ ബി ഡിസ്റപ്റ്റഡ്. അപ്പോൾ അതുപോലെ ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഡിസ്റപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ ട്രാക്ടർ മാർച്ചോ അങ്ങനെ എന്തോ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇത്രയും പേടിച്ചിട്ടാണ്, എന്തിനാണ് ഇത്രയും പേടിച്ചിട്ട് ഈ ഒരു ഗവൺമെൻറ് ഈ ഒരു ലോ പാസ്സാക്കുന്നതെന്ന് പറയുന്നത് ഈസ് വെരി മച്ച് ഡിബേറ്റബിൾ. എനിവേസ് നമ്മൾ ഇനി വേറെ ഒന്നിനും പൊളിറ്റിക്സിലായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. സോ യു ഹാവ് ടു ഡു ദാറ്റ്. സോ ദ കോർട്ട്സ് അപ്രോച്ച് റൈസസ് ദി ക്വസ്റ്റ്യൻസ് വെദർ ഇറ്റ് ഷുഡ് ട്രാൻസ്വേഴ്സ് ബിയോണ്ട് ഇറ്റ്സ് അഡ്ജുഡിക്കേറ്റീവ് റോൾ ആൻഡ് പാസ് ജുഡീഷ്യൽ ഓർഡേഴ്സ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ട് ഓൺ ദ ബേസിസ് ഓഫ് സാങ്ക്വീൻ ഹോപ്പ് ആൻഡ് മെഡിറ്റേഷണൽ സീൻ. അപ്പോൾ ദ കോർട്ടിൻ്റെ അപ്രോച്ച് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അഡ്ജുഡിക്കേറ്റീവിൻ്റെ റോളിൽ നിന്നും വേറൊരു ജുഡീഷ്യൽ റോളിനെ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മെഡിറ്റേഷൻ പോലെ ആയിക്കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ പവർ യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ അയോധ്യ ടെമ്പിളിൽ ആ ഒരു കേസിൽ സ്പെഷ്യൽ പവേഴ്സൊക്കെ യൂസ് ചെയ്താണ് സുപ്രീം കോടതി പലതും വിട്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ വന്നിട്ടില്ല. Anyways, the court didn't make its position amply clear during the hearing with the Chief Justice of India, S.A. Bobde, faulting the centre for its failure to break the deadlock arising out of the weeks-long protest by thousands of farmers in the vicinity of Delhi, demanding nothing short of outright appeal of laws. അപ്പോൾ ഈ ഫാമേഴ്സിൻ്റെ ആവശ്യം ലോ റിപ്പീൽ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അവരുടെ മെയിൻ ആവശ്യം. അത് ഇവർ നോക്കുന്ന പോലുമില്ല. അപ്പം എന്താ പറയുക, ഗവൺമെൻറ് നല്ലൊരു അപ്രോച്ച് എടുക്കാത്തതുകൊണ്ടാണ് കോർട്ട് ചൂസ് ചെയ്ത് അതിലേക്ക് വന്നിട്ട് നിങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കാനായിട്ട് ഒരു പാനലിനെ അങ്ങ് നിയമിച്ചു കൊടുത്തത്. ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഹൗ ദ 4 members ഇൻ കമ്മിറ്റി വെ ചൂസ്, എങ്ങനെയാണ് ഈ മെമ്പേഴ്സിനെ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് ഇതിൻ്റെ ബേസിൽ. ഫാം ലോസ് എന്ന് പറയുന്നത് ഫുൾ അല്ല കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കുമെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഓക്കെ, ഒരു വെൽ നെഗോഷിയേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഈസ് ഓൾവേസ് പ്രിഫറബിൾ. പക്ഷേ അവിടെ രണ്ട് ആൾക്കാരുടെയും അതായത് ഫാമേഴ്സിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും രണ്ട് സൈഡും കേട്ട് അതനുസരിച്ച് വേണം തീരുമാനിക്കാൻ. അല്ലാതെ ഒരു പാർഷ്യലി ആയിട്ടുള്ള സംഭവം വരികയാണെങ്കിൽ വീണ്ടും ഇഷ്യൂസ് വരും. So it's equally important that the judicial power is not seen as being used to dilute the import of protest or delegitimize farmers' unions that stay away from the proceedings of the panel or interfere with the power of parliament to legislate. So അപ്പോൾ നമുക്കറിയാം ഇത് നമ്മുടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീലെജിറ്റിമൈസ് ഫാമേഴ്സിനെ എന്താണ് നമ്മുടെ ഈ നിയമം ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, നമ്മുടെ ഇറ്റ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ജുഡീഷ്യൽ പവർ ഇസ് നോട്ട് സീൻ ആസ് ബീങ് യൂസ്ഡ് ടു ഡൈല്യൂട്ട് ദ ഇമ്പോർട്ട് ഓഫ് ദി പ്രൊട്ടസ്റ്റ്. അതായത് നമ്മുടെ പ്രൊട്ടസ്റ്റിൻ്റെ ആ ഒരു സംഭവം ഡൈല്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫാമേഴ്സ് യൂണിയനെ ഡീലെജിറ്റിമൈസ് ചെയ്ത് നിങ്ങൾ യൂണിയൻ അല്ല, നിങ്ങൾ ഒരു ഇല്ലീഗൽ യൂണിയൻ അങ്ങനെ ഒന്നും ചെയ്യാനോ ഒന്നും ഗവൺമെൻറ് പോയില്ല. മാത്രമല്ല പാർലമെൻറ്റ് പവർ കയറി ലെജിസ്ലേറ്റ് ചെയ്തതും ഇല്ല. സോ ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ട്രെയിൻഡ് ടൈസ്. പുതുച്ചേരി ലൂട്ടനൻറ്റ് ഗവർണർ ഷുഡ് ഹീഡ് ദ ലെജിറ്റിമേറ്റ് ഡിമാൻഡ്സ് ഓഫ് ദി ഇലക്റ്റഡ് ഗവർണർ. നമ്മളെപ്പോഴും കേൾക്കുന്ന സംഭവമാണ്. ഒന്നിൽ ഗവർണർ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് ഗവർണറും അടുത്ത CM. അപ്പോൾ അത് ഉള്ള സംഭവമാണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊരു കേസ് സ്റ്റഡി പോലെ വെച്ചേക്കാം. അത് പുതുച്ചേരിയിൽ ഇങ്ങനെ സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കാം. ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെ ഇഷ്യൂസാണ് അവിടെ വരുന്നത്. സോ ഇത് വലുതായിട്ട് നിങ്ങൾ നോക്കണം, കാരണം ഇതേപോലെ ഒരുപാട് കേസ് സ്റ്റഡി ഉണ്ട്. സോ ഡോണ്ട് വെറി അബൌട്ട് ദാറ്റ്. അടുത്തത് ഇത് നിങ്ങൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്തത്, കാരണം ഒരുപാട് ഞാൻ ഇതേപോലെ കേസസ് വായിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. റിക്ലൈമിങ് സാർക്ക് ഫ്രം ദി ആഷസ് ഓഫ് 2020. Restoring the despondency, the rationale for assistance intact, and India can use it as a stage for global ambition. So 36 വർഷങ്ങൾക്ക്, അതായത് സാർക്ക് തുടങ്ങി 36 വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കും ഞാൻ ഇപ്പോൾ സാർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, ആസിയാൻ കേൾക്കാറുണ്ട്, പല അസോസിയേഷൻസിനെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ സാർക്കിൻ്റെ വളരെ എന്താ പറയുക, സാർക്ക് ഗ്രൂപ്പിംഗ് നടക്കുന്നത് നമ്മൾ അധികം കാണില്ല. അപ്പോൾ the year 2020 marked the 6th year since the leaders of the 8 nations that make SAARC were able to meet. അപ്പം 6ാമത്തെ വർഷമാണ്, ഇത്രയും വർഷമായിട്ട് 6ാമത്തെ വർഷമാണ്. 2020 മാർക്ക് ചെയ്യുന്നത് 6ാമത്തെ വർഷമാണ്. അതായത് ആൾക്കാർ മീറ്റ് ചെയ്യുന്നത്, നാഷൻസിൻ്റെ ഹെഡ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് പെറിക്കുലസ് പൊസിഷൻസ് എനി വാസ് നീഡഡ് കേം ഓൺ സാർക്ക് വാസ് സ്റ്റാർട്ടഡ്. ഒന്നാമത് ഇന്ത്യ എന്ന് പറഞ്ഞത് സാർക്കിൽ പോകാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ സാർക്കിൽ പാകിസ്ഥാനുണ്ട്. ഓക്കെ, അപ്പോൾ പാകിസ്ഥാനിൻ്റെ കുറേ സംഭവങ്ങൾ ഇന്ത്യക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും കൂടെ വരുന്ന ഒരു സം ഓഫ് ദി കോമൺ ഗ്രൂപ്പിംഗ് ആണ് സാർക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത അവിടെ പോകാനത്. 2016 ഇസ്ലാമാബാദിലായിരുന്നു വെച്ച് നടത്തിയത്. അപ്പോൾ ഇന്ത്യ പോയില്ല, കാരണം പാകിസ്ഥാനിൽ വെച്ചാണ് നടത്തിയത്. സോ അതുകൊണ്ട് പോയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവരുടെ ആ ഒരു ലീഡേഴ്സ് അവർക്ക് അവരുടെ
നാഷണൽ അജണ്ട മറന്ന് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. കാരണം നമുക്കറിയാം ഇപ്പോൾ സാർക്ക് ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യയിലുള്ള റീജിയണൽ ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിങ്ങിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് നിന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയും നമ്മൾ പറയില്ല, നമ്മൾ അയൽവക്കമുള്ള ആൾക്കാർ ഇപ്പം ഈവൻ ദേ ആർ എനിമീസ്, നമ്മുടെ ഏറ്റവും അത്യാവശ്യം വരുമ്പോൾ അവരായി കാണുള്ളൂ. സോ ആ രീതിയിൽ നമ്മളൊരു ഇത് കൊണ്ടുവരണമെങ്കിൽ സാർക്ക് ഗ്രൂപ്പിംഗ് വിൽ ബി വെരി ഗുഡ്. So, India-Pakistan issues have impacted other meetings of SAARC as well, making it easier for member countries as well as international agency to deal with South Asia as a fragmented group rather than a collective. അപ്പോൾ ഈ ഒരു സാർക്ക് ആ ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് വിള്ളൽ കാരണം പുറത്തുനിന്നൊരു ഇൻ്റർനാഷണൽ ഏജൻസിയൊക്കെ വരികയാണെങ്കിൽ ഇതൊരു നമ്മൾ ശിഥിലമായി കിടക്കുന്ന കുറേ കൺട്രീസ് ആയിട്ട് മാറും. ഒരു കളക്റ്റീവായിട്ടൊരു കൺട്രീസ് അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങോ ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഹൗ ആർ ദ ഇവൻറ്റ്സ് ഇൻ 2020? അതായത് നമുക്കറിയാം 2020 ഒരുപാട് കാര്യം വന്നു. ഒന്ന് കൊറോണ പാൻഡമിക്, പിന്നെ LAC അതായത് ഫാക്ച്വൽ കൺട്രോൾ, ചൈന അഗ്രഷൻ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാക്കിയത്. സോ മോഡി ഗവൺമെൻറ് ഇത് അവരുടെ പൊസിഷൻ റിവ്യൂ ചെയ്യുകയും തിരിച്ച് നമ്മൾ പീസിലേക്ക് വരാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ പാകിസ്ഥാനുമായിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ടെററിസമാണ്, ടെറിട്ടോറിയൽ ക്ലെയിംസ് ആണ്, മാത്രമല്ല സാർക്ക് ഇനീഷ്യേറ്റീവ്സ് ഓൺ കണക്ടിവിറ്റി ആൻഡ് ട്രേഡ്. അപ്പോൾ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചൈനയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചൈനയ്ക്ക് പാകിസ്ഥാൻ ഈസ് നോട്ട് ബെസ്റ്റ് ഫ്രണ്ട്, പക്ഷേ പാകിസ്ഥാന് ചൈനയാണ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാകിസ്ഥാൻ അറിയത്തില്ല എന്നൊന്നും, ബുദ്ധിയില്ലല്ലോ. എനിവേസ് സോ പാകിസ്ഥാനുമായിട്ട് നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞൊന്ന് ടെററിസം, ടെറിട്ടോറിയൽ ക്ലെയിം, പിന്നെ നമ്മുടെ സാർക്ക് ഇനീഷ്യേറ്റീവിൽ കണക്ടിവിറ്റിയും ട്രേഡ് വരുമ്പോൾ പാകിസ്ഥാൻ എപ്പോഴും നമ്മുടെ ഓരോരോ ഐഡിയ വരുമ്പോൾ ഇന്ത്യ റെഫ്യൂസ് ചെയ്യും പാകിസ്ഥാൻ്റെ ഐഡിയ, പാകിസ്ഥാൻ ഇന്ത്യയുടെ ഐഡിയ റെഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് സാർക്ക് സമ്മിറ്റ് വെക്കാൻ സാധിക്കാറ്. ഓക്കെ, സോ അതാണ് ഒന്നാമത്തെ കാര്യം. ദ ഇൻസിസ്റ്റൻസ് ഇൻ പെർട്ടിക്കുലർലി പേഴ്സണലി ഗിവൻ ദാറ്റ് മിസ്റ്റർ മോദി ആൻഡ് ഹിസ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് കണ്ടിന്യൂ ടു അറ്റൻഡ്. നമ്മൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് along with their Pakistani counterparts. Okay, പക്ഷേ എന്നാൽ പോലും നമ്മൾ സാർക്കിൽ നമ്മൾ അത്ര ഇതെടുക്കുന്നില്ല. While China's incursions in Ladakh and Galwan killings constitute the larger concern in India, last year, India did not decline to attend a meeting with Chinese leaders. അതായത് നമ്മളിപ്പോൾ ഇത്രയും വലിയ ഇഷ്യൂസ് നമ്മൾ ബോർഡറിൽ ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ് പാകിസ്ഥാനേക്കാളും കുറേയൊക്കെ ഒരു ഇഷ്യൂസാണ് നമ്മുടെ ബോർഡർ ഒന്ന് കുറേ കയറി. അപ്പോൾ എന്നിട്ട് പോലും നമ്മൾ ചൈന ഉണ്ടായിട്ടുള്ള പല മീറ്റിങ്സിലും SCO മീറ്റിംഗ്, G20 മീറ്റിംഗ്, റഷ്യ ഇന്ത്യ ചൈന ട്രയലാറ്ററൽ, ഇതിലൊക്കെ നമ്മൾ പങ്കെടുത്തു. പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് പിന്നെ സാർക്ക് നമ്മൾ റിവൈവ് ചെയ്തെടുക്കുന്നില്ല? സോ നോ കൺസേൺസ് ഓഫ് ടെറിട്ടോറിയൽ സ്റ്റോപ്പ് ദി മോദിജി ഫ്രം. നമുക്കറിയാം നമ്മുടെ നേപ്പാളിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമ്മുടെ മാപ്പ് വരെ അവർ മാറ്റി വരച്ച് അവർ നാഷണൽ മാപ്പൊക്കെ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് നമ്മൾ അവരവിടെ പോയി കണ്ടു, നമ്മുടെ ഫോറിൻ സെക്രട്ടറിയൊക്കെ പോയി കണ്ടു. സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്നുള്ളതാണ്. ഇൻ എ ഇയർ വെൻ പാൻഡമിക് ഹാസ് ഫോഴ്സ്ഡ് മോസ്റ്റ് മൾട്ടിലാറ്ററൽ സമ്മിറ്റ്സ് ടു ഗോ ഇൻ ടു ഓൺലൈൻ, ഇറ്റ്സ് അൺഎക്സ്പെക്റ്റബിൾ ദാറ്റ് ഇന്ത്യ ക്യാൻ നോട്ട് അറ്റൻഡ് എ വെർച്വൽ സാർക്ക് സമ്മിറ്റ് ഹോസ്റ്റഡ് ബൈ പാകിസ്ഥാൻ. സോ നമുക്കറിയാം പാകിസ്ഥാൻ വെർച്വൽ സമ്മിറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു മനസ്സില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് റിവൈവിങ് സാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോമൺ ചാലഞ്ച് എന്താണ്? ഇപ്പോൾ സൗത്ത് ഏഷ്യയിലെ ഒരു കോമൺ ചാലഞ്ച് കോവിഡ് പാൻഡമിക് തന്നെയാണ്. അപ്പോൾ ആ ഒരു കോമൺ ചാലഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോമാണ്. നല്ല ഒരു ഫ്യൂച്ചറുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സാർക്ക്. അപ്പോൾ അത് നമ്മൾ ഇനിയും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ വിൽ ബി അറ്റ് എ വെരി ഗുഡ് ലോസ്. ഓക്കെ, very bad loss. Okay, to begin with, studies have shown that South Asia's experience of pandemic has been unique from other regions. യൂറോപ്പിലോ അമേരിക്കയിലോ പോലെ അല്ല നമ്മുടെ സൗത്ത് ഏഷ്യയിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒന്നാമത് സൗത്ത് ഏഷ്യയിൽ ഡെവലപ്പിങ്ങും അണ്ടർ ഡെവലപ്ഡും കൺട്രീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരുപാട് പോപ്പുലേഷൻ കൂടിയ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ രീതിയിലുള്ള ഇഷ്യൂസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് ഒരു വി നീഡ് ഒരുപാട് ട്രയൽസും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വേണം. അപ്പോൾ മാത്രമല്ല ഒരു കോംപ്രിഹെൻസീവ് മാനറിൽ വേണം നമ്മുടെ വാക്സിൻസ് ഒക്കെ കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ കോംപ്രിഹെൻസീവ് മാനേഴ്സിൽ വാക്സിൻ കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു കോൾഡ് സ്റ്റോറേജ് ചെയിൻ വേണം. ഓക്കെ, അപ്പോൾ അത് വാസ്റ്റായിട്ട് സൗത്ത് ഏഷ്യയിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് പാൻഡമിക്കിനെ കറക്റ്റായിട്ട് തടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ദ പാൻഡമിക് ഇമ്പാക്ട് ഓൺ സൗത്ത് ഏഷ്യൻ എക്കണോമി ഈസ് അനദർ ഏരിയ ദാറ്റ് കോൾസ് ഫോർ ദി കോർഡിനേഷൻ. അതായത് ഇമ്പാക്ട്, പാൻഡമിക് നമ്മൾ എത്രമാത്രം നമ്മുടെ എക്കണോമി ഇമ്പാക്ട് ചെയ്തു, അപ്പോൾ അതും നമ്മളിതിൽ കൊണ്ടുവരണം. സോ അതുപോലെ തന്നെ ജോബ് കട്ട്സ് 22% fall in the revenue for migrant labor and expatriates. ഇപ്പോൾ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ നോക്കുകയാണെങ്കിൽ 22% ഓഫ് ദി ഗ്ലോബൽ ജോബ് വാസ് കട്ട് ഡ്യൂ ടു ദിസ് പാൻഡമിക്. ഓക്കെ, അത് മൈഗ്രൻ്റ് ലേബറും എക്സ്പാട്രിയേറ്റ്സും സൗത്ത് ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ അതിൽ തന്നെ 10.77 മില്യൺ ജോബ്സാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. $52.32 ബില്യൺ US ഇൻ GDP-യിലാണ് നമുക്ക് ടൂറിസം സെക്ടറിൽ എലോൺ. നമുക്കറിയാം സൗത്ത് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി ടൂറിസ്റ്റ് പ്ലേസസ് ഉള്ളത്. ഇവൻ
കം ടു ഫോറിനേഴ്സൊക്കെ വരുന്ന കുറേ നല്ല ഏരിയാസ് സൗത്ത് ഏഷ്യയിലാണ്. സോ അതുകൊണ്ട് തന്നെ ആ ടൂറിസം സെക്ടറിലാണ് $52.32 ബില്യൺ ആണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി തിങ്. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം South Asian countries work as a collective to set standards for labor from the region and also to promote more intra-regional transnational approach towards tourism, citing successful examples including the East Africa single joint visa system or similar joint tourism initiatives like the Mekong region or the Caribbean island. So നമുക്കറിയാം എന്താ പറയുക, നമ്മുടെ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ സൗത്ത് ഏഷ്യൻ കൺട്രീസിനുണ്ടായ ലോസസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരുമിച്ച് നിന്നാൽ തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എങ്ങനെയാണ്? ഒന്നെന്ന് പറയുന്നത് ഇൻട്രാ റീജിയണൽ. ഓക്കെ, നമ്മൾ ഇൻട്രാ റീജിയണൽ കണക്ടിവിറ്റി കൊണ്ടുവരുന്നത്, അതുപോലെ ട്രാൻസ്നാഷണൽ അപ്രോച്ച് ടുവേർഡ്സ് ടൂറിസം. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സ്ഥലങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഗോവ എടുക്കുക, അതേപോലെ തന്നെ ഇന്തോനേഷ്യ. അപ്പോൾ അവിടെ നിന്ന് കുറേ സ്ഥലങ്ങൾ വെച്ചിട്ട് ക്ലസ്റ്റർ ഓഫ് ആയിട്ടുള്ള ട്രാൻസ്നാഷണൽ അപ്രോച്ച് കൊണ്ടുവരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഈസ്റ്റ് ആഫ്രിക്ക സിംഗിൾ ജോയിൻറ്റ് വിസ സിസ്റ്റം ഉണ്ട്. അത് ആഫ്രിക്കയിലാണ്. അപ്പോൾ അവർക്ക് ഒരുമിച്ച് വിസയാണ്. ഒരുമിച്ച് ഒരു കൺട്രീസ് പോകുകയാണെങ്കിൽ, ഒരു ക്ലസ്റ്റർ ഓഫ് കൺട്രീസ് പോകുകയാണെങ്കിൽ ക്ലസ്റ്റർ ഓഫ് കൺട്രീസിന് വേണ്ടി എല്ലാത്തുകൊണ്ടും ഒരൊറ്റ വിസ മതി. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു റീജിയനിലും കൊണ്ടുവരികയാണെങ്കിൽ, അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് സാർക്കാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹെൽത്ത് സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ജോബ് സെക്യൂരിറ്റി. അതെന്ന് പറയുന്നതും ഓൾ ഓഫ് സൗത്ത് ഏഷ്യ അപ്രോച്ചിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കോവിഡ് ഇമ്പാക്റ്റ് ചെയ്തത് ബ്രോഡർ ഗ്ലോബൽ ട്രെൻഡ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും ഗ്ലോബലൈസേഷൻ കാരണമാണ് മോസ്റ്റ് ഓഫ് ഇത് പടർന്നതും അങ്ങനെ സംഭവങ്ങളൊക്കെ വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതാണ് ചൈനയിൽ നിന്നും ഇത് പാൻഡമിക് സ്പ്രെഡ് ആയത്. അപ്പോൾ അതെന്ന് വരുമ്പോൾ നമുക്ക് സെൽഫ് ഡിപ്പെൻഡൻസ്, നേറ്റിവിസം അങ്ങനെ ഒരു സംഭവം വരും, ലോക്കലൈസിങ് സപ്ലൈ ചെയിൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു സംഭവത്തിലേക്ക് നമ്മളത് ഗ്ലോബലൈസേഷനിൽ നിന്ന് നമ്മൾ നേറ്റിവിസം, സെൽഫ് ഡിപ്പെൻഡൻസ് ആൻഡ് ലോക്കലൈസിങ് സപ്ലൈ ചെയിൻസിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെയാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു സംഭവത്തിൽ നമ്മൾ റീജിയണലൈസേഷൻ വേണം. ഓക്കെ, ഇനി പറയുന്നത് അതായത് ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് എൻ്റയർ ആയിട്ട് കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റീജിയണൽ സാധനങ്ങൾ വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വെക്കുമ്പോൾ അതാണ് ഗോൾഡിലോക്സ് സോൺ, അതായത് ഗോൾഡിലോക്സ് ഓപ്ഷൻ. അതായത് നെയ്തർ ടു കോൾഡ് നോർ ടു ഹോട്ട്, അങ്ങനെ രീതിയിൽ. അതായത് നമ്മൾ ഒരു മിഡിൽ പാർട്ടാണ്. അതായത് നമ്മൾ ഫുള്ളി നമ്മൾ പണ്ടത്തെ 1950s ഇന്ത്യയല്ല, ഫുള്ളി നമ്മൾ 1991 ഇന്ത്യയല്ല, നമ്മൾ അതിനിടയ്ക്കുള്ളൊരു ഇന്ത്യയാണ്. മനസ്സിലായില്ല? അപ്പോൾ ആ ഒരു ഇന്ത്യയിലേക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത്. സോ ദി ഹാപ്പി മീഡിയം ബിറ്റ്വീൻ ദി ഗ്ലോബലൈസേഷൻ ആൻഡ് ഹൈപ്പർ നാഷണലിസം. Okay, so it will be important to note that therefore that the world is divided between the regional trade arrangement and the international arrangement. അതറിയാമല്ലോ, അത് റീജിയണൽ ട്രേഡ് അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ ഒരുപാട് വന്നു. RCEP, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് മെക്സിക്കോ കാനഡ അഗ്രിമെൻറ്റ്, അതേപോലെ മെർക്കോസർ, ഓക്കെ, സൗത്ത് അമേരിക്കയിലുള്ള മെർക്കോസർ, യൂറോപ്യൻ യൂണിയൻ, ആഫ്രിക്കൻ കോണ്ടിനെൻ്റൽ ഫ്രീ ട്രേഡ് ഏരിയ AFCFTA, അതുപോലെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ, റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് RCEP, ഓസ്ട്രലേഷ്യ ഇൻക്ലൂഡിങ് ചൈനയും ഉള്ള ഒരു സംഭവമാണ് RCEP. ഇനി ഇന്ത്യസ് ഒരൊറ്റ റീജിയണൽ ട്രേഡിംഗ് എഗ്രിമെൻ്റാണ് സാഫ്റ്റ. അത് ആഫ്രിക്കൻ ഫ്രീ ട്രേഡ് ഏരിയയാണ്. അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറച്ച് വരുമ്പോൾ നമ്മൾ ആ സാർക്കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ചൈനയിൽ നിന്ന് വരുന്ന ചാലഞ്ചാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കാൻ പോകുന്നത്. സോ ഇന്ത്യയുടെ ബോർഡറിലും ഇന്ത്യയുടെ നെയ്ബർഹുഡിലും അതേപോലെ ശ്രീലങ്കയിലും ഒക്കെ ഇവരുടെ ഇതുണ്ട്. അപ്പം വി നീഡ് സംതിങ് ലൈക്ക് ഒരു സൗത്ത് ഏഷ്യൻ പ്ലാറ്റ്ഫോം വേണം. ഓക്കെ, അത് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പൊട്ടൻറ്റ് കൗണ്ടർ മെഷറായിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. At the border, it is clear that tensions with Pakistan and Nepal amplify the threat perception from China, while the other SAARC members, minus Bhutan, all of whom are BRI. അതായത് ഭൂട്ടാൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാർക്ക് കൺട്രീസും ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ പാർട്ട്നേഴ്സാണ് ചൈനയായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാൻ വളരെ പാടുപെടും. ഓക്കെ, കാരണം നമ്മുടെ ഇന്ത്യക്ക് ചുറ്റുമാണ് ഈ BRI പോകുന്നത്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. ഐ ഹോപ്പ് യു ഗൈസ് നോ അബൌട്ട് ഇറ്റ്. 2015 കൊണ്ടുവന്ന സംഭവമാണ്. 15-16 വന്ന സംഭവമാണ്. ഓക്കെ, എല്ലാ സാർക്ക് സബ്മിറ്റിലും ഡിസ്കഷൻ എന്ന് പറയുന്നത് ചൈനയെ ഒബ്സർവർ സ്റ്റാറ്റസിൽ നിന്ന് മെമ്പർ ആക്കണോ വേണ്ടതെന്നാണ് സാർക്കിൽ എപ്പോഴും തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു ഒക്കേഷനിൽ ഇന്ത്യ അവിടെ ഇല്ലെങ്കിൽ, ഇന്ത്യയാണ് വൺ ഓഫ് ദി മോസ്റ്റ് സംഭവം. അപ്പം അത് ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നതെങ്കിൽ ചൈന വിൽ ബിക്കം എ മെമ്പർ. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ മാത്രമല്ല, ചൈന ഇങ്ങനെ എന്താ പറയുക ഉയർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ചൈനയിൽ ഐസൊലേറ്റ് ചെയ്യുന്നു. ഇന്നലത്തെ ഒരു എഡിറ്റോറിയൽ നമ്മൾ കണ്ടതാണ്, ചൈന എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ യൂറോപ്യൻ യൂണിയൻ, USA,
കാനഡ എല്ലാവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന. സോ ചൈന ഈസ് ഓൺ ദ വേർഡ് ടു ബിക്കമിങ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൂപ്പർ പവർ. അപ്പോൾ ചൈനയിൽ നമുക്ക് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചൈന ഉയർന്നു വരുന്ന സ്ഥലത്ത് നമുക്ക് പൊട്ടൻ്റായിട്ട് നമുക്ക് അത് കൗണ്ടർ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ കൗണ്ടർ മെഷർ ചെയ്തില്ലെങ്കിൽ വിൽ ഹാപ്പൻ ടു ബി വെരി വെരി ഡാർക്ക് സിറ്റുവേഷൻ. ഓക്കെ, സോ നമുക്കറിയാം, കഴിഞ്ഞ ഇന്നലത്തെ ഒരു എഡിറ്റോറിയലുണ്ട്, അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ അതറിയാം. Apart from sending medicines, personal protective equipment, kits and promising vaccines to most SAARC countries as part of Health Silk Road Initiative, അപ്പോൾ ചൈന ഒരുപാട് കാര്യങ്ങൾ ഈ സാർക്കിൻ്റെ അണ്ടറിലുള്ള ഒരുപാട് കൺട്രീസിന് ചെയ്തിട്ടുണ്ട്. അതാണ് ഹെൽത്ത് സിൽക്ക് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളും പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട്, ചൈന ചെയ്തിട്ടുണ്ട്. സോ അതാണ്. മാത്രമല്ല 3 സെപ്പറേറ്റ് മീറ്റിംഗ്സ് ആണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക ഈ കൺട്രീസുമായിട്ട്. ഈ കൺട്രീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യക്ക് ചുറ്റുമുള്ള ഇന്ത്യയുടെ വൺ ഓഫ് ദി എന്താ പറയുക നെയ്ബറിങ് കൺട്രീസിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന കൺട്രീസാണ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക. ഇവരുമായിട്ട് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിസ്കഷൻസും എല്ലാം ഉണ്ട്. അതേപോലെ സിനോവാക് വാക്സിനുണ്ട്. സിനോവാക് എന്ന് റഷ്യയാണ്. അപ്പോൾ റഷ്യയും ചൈനയുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പേർട്സ് say that it's only a matter of time that before the Beijing holds meeting of all SAARC countries minus India and Bhutan, for they are all part of BRI, and even that they will be invited to join RCEP, which India declined. So ചൈന ഇൻ ഫ്യൂച്ചറിൽ സാർക്ക് കൺട്രീസ്, ഇന്ത്യയും ഭൂട്ടാൻ ഒഴികെയുള്ള എല്ലാ സാർക്ക് കൺട്രീസുമായിട്ട് ഒരു മീറ്റിംഗ് വയ്ക്കുകയും എല്ലാവരും BRIയിലുണ്ട്. അങ്ങനെ BRIയിലുണ്ടെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ RCEPയിലും ഇൻവൈറ്റ് ചെയ്യപ്പെടും. അങ്ങനെയാണെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇന്ത്യ ഡിക്ലൈൻ ചെയ്ത സംഭവമാണ്. അപ്പോൾ ഇന്ത്യ അവിടെ ഒരു ഐസൊലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇൻ കോൺട്രാസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്നത് കുറച്ചുകൂടി അതിൻ്റെ ഡിപ്ലോമസി കൂടിയിട്ടുണ്ട്. പക്ഷേ സാർക്ക് മീറ്റിംഗ് മാർച്ചിൽ കൺവീൻ ചെയ്തതിന് ഒഴികെ ബൈലാറ്ററൽ ഇനിഷ്യേറ്റീവ്സ്, ഒരു കമ്പൈൻഡ് എഫേർട്ട് ഇല്ല സൗത്ത് ഏഷ്യയിൽ, എല്ലാം ബൈലാറ്ററലാണ്, 2 കൺട്രീസ് തമ്മിൽ അങ്ങനെയാണ്. ഓക്കെ, സോ ഡെസ്പൈറ്റ് റെസ്പോണ്ടൻസി ദ റേഷണൽ ഫോർ ദിസ് എക്സിസ്റ്റൻസ് റിമെയിൻസ് ഇൻടാക്ട്. എന്തിനാണ് സാർക്ക് വന്നതെന്നോ അല്ലെങ്കിൽ സാർക്കിൻ്റെ ഇഷ്യൂസോ അതൊന്നും ഇന്ത്യക്ക് അറിയില്ല. ഇന്ത്യക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ മാത്രമല്ല പീപ്പിൾ ലിബറേഷൻ ആർമി നമ്മുടെ LACക്ക് ചുറ്റുമുള്ളതും പാകിസ്ഥാൻ, നേപ്പാളും നമ്മളുടെ 2 നല്ല നേപ്പാൾ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ നേപ്പാളിനെ അവർ കയ്യിലാക്കി. സോ ഇറ്റ്സ് ലൈക്ക് എവറിഥിങ് ഈസ് ബീൻ ഗോൺ. ആൻഡ് ഇന്ത്യയുടെ ഏക സംഭവം എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് ടു സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് സ്റ്റാൻഡ് പ്ലസ് ഷുഡ് കം ആസ് എ മൾട്ടിപ്ലയർ. നമുക്കൊരു ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യ ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അടുത്ത് നോക്കാം. ദ ഡെബിലിറ്റേറ്റിംഗ് സൈഡ് എഫക്റ്റ് ഓഫ് ഫ്ലോഡ് വാക്സിൻ ട്രയൽ. നമുക്കറിയാം, അതായത് കോവാക്സിൻ phase 3 ട്രയൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ അതിന് പ്രശ്നം വരും. ഓക്കെ, അതായത് നമ്മുടെ വാക്സിൻ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നതാണ്, അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്കറിയാം HPV വാക്സിൻ, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ, ഇറ്റ് വാസ് കോൺട്രവേഴ്ഷ്യൽ ആൻഡ് ക്യാരിഡ് ഔട്ട് without proper consent on 23,000 girls in 10 to 14 age group in Vadodara, Gujarat and Khammam district of Andhra Pradesh. അപ്പോൾ അതിൽ HPV വാക്സിൻ്റെ ട്രയൽ നടത്തിയായിരുന്നു. 23,500 പിള്ളേർക്കാണ്, അതായത് ഗേൾസ് കുട്ടികൾക്കാണ്, 10 to 14 ഏജാണ്. അവിടെയെന്ന് വെച്ചാൽ വളരെയധികം ഇഷ്യൂസ് ഉണ്ടായി. 8 വർഷത്തിന് ശേഷം അവർ ക്ലിനിക്കൽ ട്രയൽസ് ഇല്ലീഗലായിട്ട് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു. അപ്പം നമ്മുടെ phase 3 ക്ലിനിക്കൽ ട്രയൽ ഓഫ് ഭാരത് ബയോടെക് COVID-19 വാക്സിൻ എന്ന് പറയുന്നത് കോവാക്സിൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വയലേഷൻസും ഒരുപാട് ഇഷ്യൂസും വന്നിട്ടുണ്ട്. നമ്മുടെ HPV വാക്സിന് വന്ന് അതേപോലത്തെ കുറേ ഇഷ്യൂസ് ഈ വാക്സിനും വന്നിട്ടുണ്ട്, കോവാക്സിൻ. ഓക്കെ, ഭാരത് ബയോടെക്. അപ്പോൾ HPV വാക്സിൻ ട്രയൽ എന്ന് പറയുന്നത് പാത്ത് എന്ന് പറയുന്ന പ്രോഗ്രാം ഫോർ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇൻ ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു അണ്ടറിലാണ് വന്നത്. ഒരു NGO നടത്തിയൊരു ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശും ഗുജറാത്തിനും വെച്ചിട്ട് അവരുടെ NGO വിത്ത് ദ പെർമിഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ് ആൻഡ് ഗുജറാത്ത് നടത്തിയ സംഭവമാണ്. പിന്നെ ICMR. Incidentally, ICMR tasked with promulgating research ethics guidelines is the co-sponsor of കോവാക്സിൻ ട്രയൽ. അപ്പോൾ നമ്മുടെ റിസർച്ച് എത്തിക്സ് ഗൈഡ്ലൈൻസ് പ്രിപ്പയർ ചെയ്തത് ICMR ആണ്. ഓക്കെ, അപ്പോൾ ICMR ആണ് ഇത് ഇങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യണം, ഈ രീതിയിലേ പോകാവൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇൻഫോംഡ് കൺസെൻറ്റ് പ്രോസസ്സും അതാണ് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ആളിനെ അറിയിച്ച് നിങ്ങൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് വയലേറ്റ് ചെയ്തു. ആന്ധ്രാപ്രദേശിൽ HPV ട്രയൽ നടത്തിയപ്പോൾ അവിടെ വയലേറ്റ് ചെയ്തു. 2800 ചൈൽഡ് പാർട്ടിസിപ്പൻറ്റ് എന്ന് പറയുന്നത് ചൈൽഡ് അല്ലെങ്കിലല്ല പാരൻസ് വെച്ചിട്ടല്ല, പാരൻസ് സൈൻ ചെയ്തിട്ടില്ലായിരുന്നു, അവരെ ഹോസ്റ്റൽ വാർഡൻസ് അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിരുന്നു സൈൻ ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അതൊരു വയലേഷൻ ഓഫ് ദി റൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ എത്തിക്കൽ വയലേഷനാണ്. അപ്പോൾ ഡ്യൂറിങ് എ പ്രസ് കോൺഫറൻസ് ഓൺ January 10 ആൻഡ് ഈവൻ ഏർലിയർ
to other media outlets, Covaxin trial participants alleged that they were ignorant of what they were signing up for. അപ്പോൾ അവർക്ക് തന്നെ അറിയില്ലായിരുന്നു ഇവരെന്തിനാണ് ഈ സൈൻ അപ്പ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ഇഫ് ട്രൂ ഇറ്റ് അമൗണ്ട്സ് ഇറ്റ് കൺസേൺ നോവൽ ക്ലോസ് ബീങ് എ ട്രൂലി ഇൻഫോംഡ്. അതായത് നമ്മളൊരു വാക്സിൻ ട്രയലിന് എടുക്കുന്ന ആൾക്കാർ നമ്മൾ കറക്റ്റായിട്ട് ഇവർ എന്തിനാണെന്ന് സൈൻ ചെയ്ത് വാങ്ങുമ്പോൾ നമ്മൾ പറയണം. അതായത് നിങ്ങൾ ഇതിനാണെന്നുള്ളത് ആ ഒരു ഫോം ഉണ്ടല്ലോ, ഇപ്പം നമ്മളൊരു ഫോം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നില്ലേ, അപ്പോൾ ആ ഫോം നമ്മൾ കറക്റ്റായിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് പറഞ്ഞത് ഇൻഫോംഡ് അല്ല. According to them, no efforts were apparently taken to explore and inform the pros and cons. അതായത് ഇപ്പോൾ നമ്മളൊരാളിനെ നമ്മളിപ്പം മനുഷ്യന്മാരല്ലേ, നമ്മൾ മങ്കീനോ അല്ലെങ്കിൽ ഹാംസ്റ്റേഴ്സിനോ അല്ലല്ലോ നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. വി ആർ ഡൂയിങ് വിത്ത് ദി പീപ്പിൾ, ഹ്യൂമൻ ബീങ്. ദേ ഹാവ് മൈൻഡ്, സോൾ ആൻഡ് ബ്രെയിൻ ആൻഡ് ഇമോഷണൽ ഇൻ്റലിജൻസ്. സോ ഇവരുടെ ഇവർ ഒന്നും പറയാത്ത രീതിയിലാണ് എടുത്തത്. അതായത് ഈ ട്രയൽ നടത്തിയത് നിങ്ങൾക്ക് ഇത്ര ഹെൽത്ത് ഇഫക്റ്റ് വരുന്നോ അല്ലെങ്കിൽ ഹെൽത്ത് സൈഡ് എഫക്റ്റ് വരുന്നോ അങ്ങനെ ഒന്നും പറയാതെയാണ് ഈ phase 3 ട്രയൽ നടത്തിയത്. അപ്പോൾ ദേ വെർ മെസ്ലെഡ്. ഓക്കെ, അപ്പോൾ അവരടുത്ത് ഇതും പറഞ്ഞില്ല. അതായത് ഈ ട്രയൽ എങ്ങനെയാണ്, പ്ലാസ്ബോയും കാണും വാക്സിനും കാണും. അപ്പം ആർക്ക് പ്ലേസ്ബോ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല, ആർക്ക് വാക്സിൻ കിട്ടുന്നതെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അറിയാൻ പറ്റും എങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞത് COVID-19 വാക്സിൻ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി ഇത് ചെയ്തത്, ഈ ഒരു phase 3 ട്രയൽ ചെയ്തത്. ഓക്കെ, അവർക്ക് റൈറ്റ് ടു ഫ്രീ മെഡിക്കൽ കെയറോ ഏതെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് വരുവാണെങ്കിൽ അവർക്ക് ഫ്രീ മെഡിക്കൽ കെയർ ഉണ്ട്, റൈറ്റ്. അപ്പോൾ അതുപോലും അവർക്ക് അറിയിച്ചില്ല എന്നുള്ളതാണ്. സോ അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ, ഗ്രോസ് മെഡിക്കൽ എത്തിക്സ് വയലേഷൻ. അതുപോലെ തന്നെ ഒക്ടോബർ 2013 സുപ്രീം കോർട്ട് ഓർഡർ പ്രകാരം ഇന്ത്യൻ റെഗുലേറ്റർ had in 2019 made a mandatory and audio video recording of the informed consent process of each vulnerable individual participant before conducting clinical. അതായത് ഇവർക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ വേണം ചെയ്യാൻ, കൺസെൻറ്റ് വാങ്ങിച്ച് ഈ രീതിയിൽ വേണം ചെയ്യാൻ. പക്ഷേ ആ റിട്ടേൺ കൺസെൻറ്റോ അങ്ങനെ ഒരു സാധനമോ ഇവരെന്ന് വാങ്ങിച്ചിട്ടില്ല. 700 ഓഡ് പാർട്ടിസിപ്പൻസും ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, നിരക്ഷരരായിരുന്നു. ആൻഡ് ആൻ ഇമ്പാർഷ്യൽ വിറ്റ്നസ് ഷുഡ് ഹാവ് ബീൻ പ്രസൻറ്റ് ഡ്യൂറിങ് ദി എൻറ്റയർ ഇൻഫോംഡ് കൺസെൻറ്റ് പ്രോസസ്. അങ്ങനെ ഒരു സംഭവം പോലും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ഒരു ഗ്രോസ് വയലേഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ ദ കോവാക്സിൻ ട്രയൽ ഇൻ ഭോപ്പാൽ over a dozen of 700 adults from 3 to 4 communities live close to hospital had told the media that they were lured with monetary benefits of rupees 750. Luring people to participate in clinical trials by offering money is unethical. അതായത് നമ്മളൊരു റിസർച്ച് എടുക്കുന്ന അയാൾ വേറെ ഒരു മോണിറ്ററി ബെനിഫിറ്റും ആഗ്രഹിക്കാതെ അയാൾ സ്വയം അയാളുടെ മൈൻഡിൽ തോന്നി വേണം അയാൾ സൈനപ്പ് ചെയ്യാൻ, അല്ലാതെ അയാൾ സൈനപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ 750 രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. സോ ദേ ഹാഡ് ലോഡഡ്. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും അൺഎത്തിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. However, the company press release states that a decision was taken to reimburse all the participants at the rate of 750 for each study visit. ഓരോ സ്റ്റഡി വിസിറ്റിനും 750 രൂപ വീതം ഒരാൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ റീഇംബേഴ്സ്മെൻറ്റ് എമൗണ്ട് വരെ എത്തിക്സ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തത് അപ്രൂവ് ചെയ്തെന്നാണ് പറയുന്നത്. ഇന്ത്യയല്ല, ഇത് ഇന്ത്യയല്ല. അപ്പോൾ ഇത് പലതും നടക്കും നമ്മൾ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ. സോ വൈൽ റീഇംബേഴ്സ്മെൻറ്റ് ഫോർ ആക്ച്വൽ സച്ച് എ ലോസ് വേജസ് cost of transportation for trial site is permissible, it amount to inducement when a payment of 750 is openly announced. അതായത് ഇപ്പോൾ നമ്മൾ റീഇംബേഴ്സ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ടെസ്റ്റിനൊക്കെ പോവുകയാണെങ്കിൽ വളരെ SC/ST ഉള്ള കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് ട്രാവൽ അലൗവൻസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ കൊടുക്കാം. പക്ഷേ ഇതൊരു ഓപ്പൺ ആയിട്ട് പറയുകയാണ് 750 രൂപയാണ് നിങ്ങൾ വന്ന് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് നമ്മളൊരാൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ഓക്കെ, ഈവൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് അനൗൺസ് ചെയ്ത് പറയുന്നതെന്ന് പോലും സംശയമുണ്ട്. ഓക്കെ, സോ ആ രീതിയിൽ വരെ പോയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു എത്തിക്കൽ വയലേഷനാണ്, ഗ്രോസ് എത്തിക്കൽ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. HPV വാക്സിൻ ട്രയലും ഇതേപോലെ തന്നെ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിക്കുകയും അതിൽ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ വരികയും അതിൽ ICMR ആയിരുന്നു സ്പോൺസർ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. സോ അതിലെ കാര്യം എന്ന് വെച്ചാൽ എത്തിക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം, മെഡിക്കൽ എത്തിക്സിൽ, അതായത് എത്തിക്സിൽ മെഡിക്കൽ എത്തിക്സ് തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫുൾ സ്റ്റഡി നടത്തിയതിൻ്റെ ഗ്രോസ് എത്തിക്കൽ വയലേഷൻ കൂടെ അവിടെ വരുന്നുണ്ട്. അല്ലാതെ വാക്സിൻ ഫോൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നല്ല ഇവിടെ നടത്തിയിരിക്കുന്നത്, നമ്മൾ ആ ഒരു സ്റ്റഡി നടത്തേണ്ട രീതിയിലല്ല നടത്തിയിരിക്കുന്നത്. ഇറ്റ്സ് അൺഎത്തിക്കൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്തത് Ancient Al-Ula forging a new future. Arabs quarter reconciliation with Qatar could lead to new regional alliance. സോ ഖത്തറുമായിട്ട് എല്ലാവരും ഒരുമിക്കാൻ തീരുമാനിച്ചു അല്ലേ.
സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എലോങ് വിത്ത് ഈജിപ്റ്റ് അവർ തിരിച്ച് ഖത്തറുമായിട്ട് കമ്പനി കൂടാൻ തീരുമാനിച്ചു. കാരണം വേറെ ഒന്നുമല്ല, നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊറോണ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, കാരണം ഇപ്പോൾ ഇസ്രായേലുമായിട്ട് മിക്ക കൺട്രീസും ഒരുമിക്കാൻ തുടങ്ങി. കാരണം എന്താണ്, ഇസ്രായേലിന് ടെക്നോളജി ഉണ്ട്. അവർക്ക് എവിടെയാണോ ടെക്നോളജി അവിടെയാണ് ആൾക്കാർ. ഓക്കെ, സോ ഇറ്റ്സ് ബിക്കമിങ് ദാറ്റ്. സോ ഇവിടെ വേറെ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും വരുന്നില്ല. സോ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എലോങ് വിത്ത് ഈജിപ്റ്റ് അവർ ഖത്തറുമായിട്ട് ഒരുമിക്കാൻ തീരുമാനിച്ചു. അൽ ഉല എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ള, ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, അൽ ഉല ഇൻ സൗദി അറേബ്യ. അങ്ങനെയാണെങ്കിൽ മാപ്പിൽ നോക്കി പോയിന്റ് ചോദിക്കുക. അൽ ഉല നമ്മുടെ യമനിലൊരു സ്ഥലമുണ്ടല്ലോ, ഒരു ലേഡിയുടെ പേരുള്ള സ്ഥലം. സോ ആ പേരൊക്കെ ചോദിക്കാം കേട്ടോ. സോ നോർത്ത് ടു ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റ് ഇതൊക്കെ ചോദിക്കാം. സോ അൽ ഉല കണ്ടുപിടിച്ചിരിക്കുക സൗദി അറേബ്യയിലാണ്. സോ അത് ഓക്കെ. സോ എനിവേസ് അവിടെ വെച്ചാൽ അവർ അറബ് ക്വാർട്ടറേറ്റ് എന്നാണ് പറയുന്നത്. അവർ സ്വന്തമായിട്ട് തന്നെ അവർ വിളിക്കുന്ന പേരാണ് അറബ് ക്വാർട്ടറേറ്റ്. ആരൊക്കെയാണ്? സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എലോങ് വിത്ത് ഈജിപ്റ്റ്. സോ അവർ ഓൾറെഡി 2017 ഇവരുമായിട്ട് പ്രശ്നങ്ങളെല്ലാം ജൂൺ 5 അവർ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ കമ്പനിയില്ല, നിങ്ങൾ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഖത്തറുമായിട്ട് വിട്ടുപിരിഞ്ഞത്. സോ ദി ഖത്തർ അക്യൂസ് ഖത്തർ ഓഫ് ഡീസ്റ്റെബിലൈസിങ് ദ റീജിയൻ വിത്ത് ഇറ്റ്സ് സപ്പോർട്ട് ഫോർ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ്സ്. അതായത് ISനെ അവർ സ്പോൺസർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഖത്തറുമായിട്ട് ഇഷ്യൂ ആയത്. ദെൻ ദേ പ്രസൻറ്റഡ് ഖത്തർ വിത്ത് 13 ഡിമാൻഡ്സ്. ഓക്കെ, ഒരു 13 ഡിമാൻഡ്സ് കൊടുത്തു. അതായത് ഒന്നെന്ന് പറയുന്നത് ടർക്കിയും ഇറാനും തമ്മിലുള്ള എല്ലാ റിലേഷനും സ്റ്റോപ്പ് ചെയ്യണം, അൽ ജസീറ നെറ്റ്വർക്ക് സ്റ്റോപ്പ് ചെയ്യണം, ഓക്കെ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. ഇപ്പോഴും അൽ ജസീറ ലൈവാണ്. ഓക്കെ, അവർ ടർക്കി ഇറാനായിട്ട് കമ്പനിയാണ്. ഇതൊന്നും വലിയ കാര്യമില്ല, മനസ്സിലായില്ല. The viewing those demands as encroachment on sovereignty, Qatar rejected them, and this led to the boycott, which was accompanied by shrill invective against Qatar on national media, which included threats of violence and even regime change. Now, the 3.5 years later, boycott has ended. That's it. 10 വർഷം മുന്നേ നമുക്കറിയാം അറബ് സ്പ്രിംഗ് അപ്രൈസിങ് വരുമായിരുന്നു വെസ്റ്റ് ഏഷ്യയിൽ. അപ്പോൾ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഒരു അതോറിറ്റേറിയൻ റൂൾ അവസാനിച്ചിട്ട് ഒരു അറബ് ഡിഗ്നിറ്റി കൊണ്ടുവന്നത്. ഫ്രീഡം ആൻഡ് ഡെമോക്രസി വഴി അറബ് ഡിഗ്നിറ്റി എന്നൊരു കൺസെപ്റ്റ് വന്നത്. ഓക്കെ, സോ അപ്പോൾ അതിന് 4 ലീഡേഴ്സാണ് അവിടെ ഈ പ്രൊസസ്സിൽ വന്നത്. അതിന് 2 ന്യൂ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് പാർട്ടീസ്. ഈജിപ്തിലും ടുണീഷ്യയിലും മുസ്ലിം ബ്രദർഹുഡ് അഫിലിയേറ്റഡ് പാർട്ടീസ് പവറിൽ വന്നു. രണ്ടാമത് സൗദി അറേബ്യ അവരുടെ ഡിമാൻഡ്സ് ഡൊമസ്റ്റിക് റിഫോംസിലേക്ക് മാറ്റി. ഓക്കെ, കാരണം ഇറാൻ പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് അവരുടെ ഡിമാൻഡ്സ് എല്ലാം ഡൊമസ്റ്റിക് റിഫോംസിലേക്ക് മാറ്റി. സോ ഇതാണ് അവിടെ വന്ന 2 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇറാന് ഒരുപാട് ഹെജിമോണിക് ഡിസിഷൻസ് ഉണ്ടായിരുന്നു അവരുടെ റീജിയനിൽ. അപ്പോൾ കിങ്ഡം ഷേപ്പ് ഓപ്പോസിഷൻ ടു ഇറാൻ ഓൺ സെക്ടേറിയൻ ബേസിസ്. ഓക്കെ, പിന്നെ അത് ഭയങ്കര സെക്ടേറിയൻ ബേസിസായി. അത് പിന്നെ സിറിയയിൽ വന്നു, പിന്നെ അത് യമനിൽ വന്നു. DD-ആണ് ഇവർ, ഇറാനും സൗദിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. The Brotherhood, with its grassroots mobilization and political platform that marries Islamic principles with Western-style democracy, poses a serious challenge to existing monarchical orders that provides no scope for popular participation. നമുക്കറിയാം പുതിയ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ വെസ്റ്റേൺ സ്റ്റൈൽ ഡെമോക്രസിയുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ പണ്ടൊക്കെ ഉള്ളതെന്ന് പറയുന്നത് രാജാവ് പറയുന്ന എല്ലാം പ്രജകളെ കേൾക്കണം. അതുപോലെ തന്നെ അവിടെ വലിയൊരു എന്താ പറയുക ഭയങ്കര ഒരു ഓർഡർ കൈൻഡ് ഓഫ് തിങ് ആണ്. അതിൽ നിന്ന് മാറി കുറേ കൂടി ഡെമോക്രാറ്റിക് ആണ് ഈ മുസ്ലിം ബ്രദർഹുഡ് ആ ഒരു സംഭവമായത്. അപ്പോൾ സൗദി അറേബ്യയും UAE ഇതൊക്കെ വളരെ രീതിയിൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മുഹമ്മദ് മോർസി ഈജിപ്തിൽ 2012 പ്രസിഡൻ്റായി ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ ബ്രദർഹുഡ് അഡ്മിനിസ്ട്രേഷൻ ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ പേടിച്ചിരിക്കുമ്പോഴാണ് GCC allies, ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിൻ്റെ 2 GCC allies ഈജിപ്ഷ്യൻ ആർമി കൂപ്പിനെ മോർസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈജിപ്തിൽ ബ്രദർഹുഡിൻ്റെ അണ്ടറിൽ വന്ന മോർസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തത്, ഒരു അല്ലി സപ്പോർട്ട് ചെയ്തത്, വാർ സപ്പോർട്ട് ചെയ്തത്. അവിടെ അങ്ങനെയാണ് ഈ വെസ്റ്റ് നമ്മുടെ ഗൾഫ് കൺട്രീസിലൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ വേറൊരു കൺട്രിയിൽ അടി നടക്കുകയാണെങ്കിൽ ഈ വേറെ 2 കൺട്രീസും കൂടെ ചേർന്ന് ചിലപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവിടെ അങ്ങനെയാണ് ഗൾഫിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ ഖത്തർ ആൻഡ് ബ്രദർഹുഡ്, ഖത്തർ എന്ന് പറയുന്നത് GCC മെമ്പറാണ്. അപ്പോൾ ഒരുപാട് GCC കൗൺസിലിൽ ഏറ്റവും വളരെ രീതിയിലുള്ള പ്രശ്നം എന്നല്ല, ഭയങ്കര എന്താ പറയുക സൂപ്പർ താരമായിരുന്നു. ഓക്കെ, ബിസൈഡ് സപ്പോർട്ടിങ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ടെലിവിഷൻ ചാനൽ, അൽ ജസീറയാണ് എൻ്റെ ടെലിവിഷൻ ചാനൽ, ഖത്തറിൻ്റെയാണ്. അപ്പോൾ അത് ഈ അൽ ജസീറ എന്ന് പറയുന്നത് ബ്രദർഹുഡിനെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നൊരു ചാനലാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫോറിൻ പോളിസി അങ്ങനെ രീതിയിലാണ് ഇവരങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ റീസൺ ഗോസ് ഡീപ്പർ. ദ ഫോമർ എമിർ
Sheikh Hamid bin Khalifa Al Thani and his son Sheikh Tamim, the present ruler, aspire to play a major role in regional affairs, overcoming with their wealth disadvantage of Qatar's small size. ഖത്തർ വളരെ ചെറിയൊരു കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവരെ വിചാരിച്ചത് ഒരുപാട് റീജിയണൽ അഫയേഴ്സിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാണ് ബ്രദർഹുഡിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ റീജിയണൽ റോളിൻ്റെ അടിസ്ഥാനത്തിലാണ് US ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് 9/11 നടന്നത്, അറിയാമല്ലോ. അപ്പോൾ US വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഒരു റീജിയൻ, അതായത് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ റീജിയൻ, അതായത് ഇസ്ലാമിക് ഡെമോക്രസി എന്ന് പറയും, ഇസ്ലാമിക് ഡെമോക്രസി രണ്ട് ഒരുമിച്ച് നിൽക്കുന്ന സംഭവമാണ് എന്താ ബ്രദർഹുഡ്. അപ്പോൾ അതിലൊരു ചേഞ്ച് വേണം എന്ന് വിചാരിക്കും. അങ്ങനെ ഖത്തർസ് ബാക്കിംഗ് ഫോർ ബ്രദർഹുഡ് ഫ്രം ഏർലി 20s ആൻഡ് ലേറ്റ്ലി സ്പെസിഫൈഡ് ഓഫ് മെർസി വാസ് ഇൻ ലൈൻ വിത്ത് US ഇൻട്രസ്റ്റ്. അപ്പോൾ ബ്രദർഹുഡ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ബ്രദർഹുഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇസ്ലാമും ഡെമോക്രസിയുമാണ്. മറ്റേത് ഇസ്ലാമിസ്റ്റാണ്, ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഈ മോർസി എന്ന് പറയുന്നത് സ്പെസിഫിക്കലി മോർസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംഭവം, ഇതെല്ലാം US വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മുടെ ഒന്നെന്ന് പറയുന്നത് ഖത്തർ ബ്രദർഹുഡിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടെന്ന് പറയുന്നത് ഈജിപ്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈജിപ്തിലുള്ള ഭരണാധികാരിയാണ് മോർസി, ഞാൻ മല്ല, ഫുള്ളി ബ്രദർഹുഡിലാണ് വന്നത്. അപ്പം ഇത് രണ്ടിനെയും ബാക്ക് ചെയ്തിരുന്നത് ഖത്തറാണ്. അപ്പോൾ അത് US ഇൻട്രസ്റ്റിനെ വളരെയധികം എന്ത് ചെയ്യുന്നു, വാസ് ഇൻ ലൈൻ വിത്ത് US ഇൻട്രസ്റ്റിൻ്റെ അതേപടിയാണ്. US ഇൻട്രസ്റ്റ് എന്ത് വിചാരിക്കുന്നു അതേപോലെയായിരുന്നു ഖത്തർ. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഈ ഒരു വിസറൽ ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ഇറാൻ ആൻഡ് ടോട്ടൽ സപ്പോർട്ട് ഓഫ് സൗദി അറേബ്യ ഗേവ് ക്വാർട്ടർ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് ഖത്തർ വേസ്. അതായത് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ എഗെയിൻസ്റ്റ് ആയിട്ടും സൗദിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ഒരുപാട് ഇഷ്യൂസ് പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബോയ്ക്കോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഖത്തറിന് വളരെയധികം ആയിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ അപ്രോച്ച് ഫെയിൽ ചെയ്തപ്പോൾ ഹ്യൂജ് റിസോഴ്സായിട്ട് ഖത്തർ could weather the financial assault while the backing of Turkey, Iran and 2 GCC partners, Kuwait and Oman, ensured that movements of goods and people are maintained. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അസോൾട്ട് അവിടെ വന്നു. അപ്പോൾ ആ ഒരു അസോൾട്ട് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, നേരെ ഖത്തർ പോയി ടർക്കിയും ഇറാനും 2 GCC പാർട്ട്നേഴ്സായ നമ്മുടെ കുവൈറ്റും ഒമാനും ഒക്കെ ആയിട്ട് കമ്പനി അടിച്ചത്. അപ്പോൾ എൻഷുർഡ് ദാറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ വാസ് മെയിൻറ്റെയിൻ. കാരണം ഖത്തർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ചെറിയൊരു കൺട്രിയാണ്. നമ്മൾ ആ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ടർക്കി ഇറാനും 2 GCC പാർട്ട്നേഴ്സുമായിട്ടുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ടർക്കി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിസ്റ്റ് പാർട്ടിയായിട്ട് ലെഡ് ചെയ്തിരുന്നത്. ഓക്കെ, അത് ഖത്തറിൻ്റെ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് മാറി. അപ്പം ഇത് സൗദിയുടെ റീജിയണൽ ലീഡർഷിപ്പിനെ പോലും ചാലഞ്ച് ചെയ്തു തുടങ്ങി. അപ്പോൾ UAEയും ബഹ്റൈനും എന്ത് ചെയ്തു, നോർമലൈസ് ചെയ്തു. പറഞ്ഞില്ലേ, ഇസ്രായേലുമായിട്ടുള്ള സംഭവം നോർമലൈസ് ചെയ്തു. ബോത്ത് ഖത്തർ ഓൾസോ മീൻസ് ഖത്തറും ടർക്കിയും അവരുടെ സപ്പോർട്ട് കൊടുത്തു ഹമാസിന് വേണ്ടിയിട്ട്. അത് ഇസ്ലാമിസ്റ്റ് പാർട്ടിയായിരുന്നു, ഗാസയിലുള്ള ഇസ്ലാമിസ്റ്റ് പാർട്ടീസ് ആയിരുന്നു. അപ്പോൾ അതിന് സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ 2 countries are also partners in Libya, ranged up against group backed by Egypt and UAE. അപ്പോൾ സിവിൽ കോൺഫ്ലിക്റ്റ് ഈജിപ്റ്റും UAEയും തമ്മിലുള്ള ഒരു സിവിൽ കോൺഫ്ലിക്റ്റിന് ബാക്കപ്പ് ചെയ്തത് 2 countries, വേറെ 2 countries ഉണ്ടായിരുന്നു ലിബിയയിലുള്ള, അതും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞു. അപ്പം ദ മോസ്റ്റ് ലൈക്ലി റീസൺ ഫോർ ദ കൺസിലിയേഷൻ അൽ ഉല എന്ന് പറയുന്നത് നമ്മുടെ ബൈഡൻ പ്രസിഡൻസി വന്നല്ലോ, ജോയ് ബൈഡൻ. അപ്പോൾ ആ അതിൻ്റെ ഇഷ്യൂസ് അതുകൊണ്ടാണ് ഇവർ തിരിച്ച് വന്നേക്കുന്നത്. മാത്രമല്ല ന്യൂക്ലിയർ എഗ്രിമെൻ്റ് ഉണ്ട് ഇറാനുമായിട്ട്, അത് റിവൈവ് ചെയ്യും, ഉറപ്പായിട്ടും ജോയ് ബൈഡൻ റിവൈവ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇറാനുമായിട്ട് സാങ്ഷൻസ് വരും, അങ്ങനെ സാങ്ഷൻസ് കുറയ്ക്കും. അങ്ങനെ സാങ്ഷൻസ് കുറയുകയാണെങ്കിൽ ഇറാനായിട്ട് പിന്നെ ഇറാൻ വിൽ ബിക്കം പവർഫുൾ. അപ്പോൾ ഇറാൻ പവർഫുൾ ആവുകയാണെങ്കിൽ അത് സൗദി അറേബ്യയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്യൂസ് ആവും. അതുകൊണ്ടാണ് ഇവർ നൗ ദേ ആർ കമ്മിങ് ടു സം ടേംസ് വിത്ത് ഖത്തർ. അപ്പോൾ ജോയ് ബൈഡൻ കുഡ് ഫോക്കസ് ഓൺ സൗദി അറേബ്യസ് ഡിസ്മൽ ഹ്യൂമൻ റൈറ്റ്സ് റെക്കോർഡ് ആൻഡ് ദി വാർ ഇൻ യമൻ. ഓക്കെ, അതായത് നമുക്കറിയാം ഈ ജോയ് ബൈഡൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് നമ്മുടെ ഒബാമയുടെയൊക്കെ പാർട്ടിക്കാരാണ്. അപ്പോൾ അവരെന്ന് പറയുമ്പോൾ ലൈക്ക് ദേ ആർ മോർ ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, അനിമൽ റൈറ്റ്സ്, എൻവയോൺമെൻറ്റ്, ആ രീതി കൈൻഡ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ അവർ സൗദി അറേബ്യയുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കും, യമനിലെ വാർ നോക്കും. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഖത്തറുമായിട്ട് അറ്റ്ലീസ്റ്റ് ഖത്തറുമായിട്ടുള്ള സംഭവങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണം. കാരണം ഖത്തറും US ഒക്കെ ഒരേ ലൈനിൽ പോകുന്ന ആൾക്കാരാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പാച്ചപ്പ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. റീകൺസിലിയേഷൻ ഹാസ് evoked no enthusiasm from other sponsors to boycott. UAE and Egypt felt particularly threatened by the brotherhood. അപ്പം ഈ ബ്രദർഹുഡ് എന്ന് പറയുന്നത് വളരെയധികം പേടിക്കുന്ന 2 കൺട്രീസാണ് UAEയും ഈജിപ്റ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ലെവൽ ഡെലിഗേഷൻ അലിയിലേക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ മീഡിയ കമൻറ്റും അവർ അധികം പറഞ്ഞിട്ടില്ല.
But they have made clear as Bahrain that future ties with Qatar will depend on its content. ഖത്തർ ഇനി എങ്ങനെ ഖത്തറിൻ്റെ സ്വഭാവം അനുസരിച്ചിരിക്കുന്നു നമ്മുടെ ടൈസ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ no one however believes that Qatar will dilute its backing for brotherhood, dealing its from Turkey or even tone down commentary on Al Jazeera. ഖത്തർ ഇനിയും ബ്രദർഹുഡ് സപ്പോർട്ട് ചെയ്യും, ടർക്കിയുമായിട്ട് കമ്പനി ആയിരിക്കും, അൽ ജസീറ അവരുടെ ചാനൽ തുടരും. അതൊന്നും മാറാൻ പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഓക്കെ, അത് മാറത്തില്ല എന്ന് എല്ലാവർക്കും വിശ്വാസമാണ്. അപ്പം UAE ഹാസ് ഇറ്റ്സ് ഓൺ റീസൺ ഫോർ ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ഖത്തർ. കാരണം UAE ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഒരുപാട് ബ്രദർഹുഡ് എന്ന് പറയുന്ന ബാക്കിയുള്ള GCC മെമ്പേഴ്സിനെക്കാളും ഒക്കെ എതിർക്കുന്ന ഒരു ടീംസാണ് UAE. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും ഇത് വരത്തില്ല. അതുപോലെ തന്നെ അൽ ഇസ്ലാം പാർട്ടിയാണ് അവരെ ഡൊമസ്റ്റിക് പാർട്ടി ഉണ്ട്, അൽ ഇസ്ലാം പാർട്ടി. അത് ബ്രദർഹുഡ് അഫിലിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ again its leaders are also keen to emerge major players in regional affairs. Okay, US-ആയിട്ട് എങ്ങനെയുള്ള ഒരു ലിങ്ക് ആവണം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഖത്തറിനെ ഇപ്പോൾ ഒന്ന് കമ്പനി ആക്കുന്നത്. അപ്പോൾ അൽ-ഉല കോൺക്ലേവ് could herald some major shifts in regional alliance. It could be a nascent Saudi-UAE competition, Saudi versus UAE competition ആവാനായിട്ട് ചാൻസ് ഉണ്ട്, with the UAE integrating itself with the US and supporting its interests in diverse traders like Yemen, Horn of Africa, Western Indian Ocean. ഇതിലൊക്കെ ഇവർ രണ്ടും ഒരുമിച്ച് നിൽക്കാനാണ് ചാൻസ്. അതുപോലെ ടർക്കി ആൻഡ് ഖത്തർ possibly with Iran could then seize the opportunity to re-engage with Saudi Arabia and Egypt. അങ്ങനെയാണെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് റീജണൽ കോalition തന്നെ അവിടെ വരും. ഓക്കെ, അപ്പോൾ ഒരു ജോയി ബൈഡനെ വെച്ചിട്ടാണ് ഇത് വന്നേക്കുന്നത്. ലെറ്റ്സ് ഹോപ്പ് എവറിത്തിങ് ഹാപ്പൻസ് പീസ്ഫുള്ളി. സോ ബാക്കി ഞാൻ അടുത്ത ഇതിലേക്ക് പറയാം. അപ്പോൾ ഇതിന് ഒരുപാട് ടൈം ആയിട്ടുണ്ടാവും അല്ലേ. സോ താങ്ക് യു, ആൻഡ് ബാക്കി നിങ്ങൾ വായിച്ചാലും മതി. ബാലൻസ് സ്റ്റോക്ക് ബിറ്റ്വീൻ പോളിസി ഓട്ടോണമി ഇത് വേണ്ട. റിസ്റ്റോറിങ് ക്രെഡിബിലിറ്റി ഓഫ് GOP ഇംപീച്ച്മെൻ്റ് ആണ് കേട്ടോ. ഇത് ഇംപീച്ച്മെൻറ്റിനെ ബേസ് ചെയ്തൊരു സംഭവമാണ്. നിങ്ങൾ ഇംപീച്ച്മെൻറ്റ് നോക്കുമ്പോൾ അവിടുത്തെ പ്രസിഡൻറ്റ് ഇംപീച്ച്മെൻറ്റും ഇന്ത്യയുടെ ഇംപീച്ച്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി വെച്ചേക്കുക. അതൊക്കെ ആവശ്യമുള്ളൂ. ഓവറായിട്ട് നിങ്ങൾ നോക്കണ്ട. ഓവറായിട്ട് പഠിക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഓവറായിട്ട് ചിന്തിക്കും. പിന്നെ ഇതിലൊന്നും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഇത് വരത്തില്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഈ ഡയഗ്രാംസ് ഒക്കെ നോക്കിയേക്കുക. ഇവരെങ്ങനെയാണ് ഈ ഡയഗ്രാംസ് കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസേഴ്സിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് ഇൻ്റർനാഷണൽ മൈഗ്രൻസിൻ്റെ ആണ്. മൈഗ്രേഷൻ ഇൻ്റഗ്രേഷൻ പോളിസി ഇൻഡെക്സ് ആണ്. കൺട്രീസിൻ്റെ ഡിഫറെൻറ്റ് മൈഗ്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഇത് നോക്കി വെച്ചേക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ എഡിറ്റോറിയൽ എന്തായാലും കഴിഞ്ഞു. ബാക്കി നിങ്ങൾ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. ഫ്രീ വാട്ടർ സ്കീം ലോസ്റ്റ് ഇൻ ഹൈദരാബാദ്. അത് നോക്കിയേക്കും കേട്ടോ. ഹലോ, ഫ്രീ വാട്ടർ സ്കീമാണ് ഹൈദരാബാദിൽ ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ 2048 വരെ അവിടെ വെള്ളത്തിൻ്റെ ഒരു ഷോർട്ടേജ് വരില്ലെന്നാണ് തെലങ്കാന മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻ അല്ലേ. സോ എനിവേസ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. എന്തെങ്കിലും ടോപ്പിക്സ് ചെയ്യണമെങ്കിൽ പറയാം. ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കമൻറ്റ് ഇട്ടിരിക്കുക. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രണ്ടാമത് വിചാരിച്ചാണ് പിന്നെ ഇട്ടതാണ്. സോ എനിവേസ് താങ്ക് യു ഫോർ